നമസ്കാരം, ടെഡി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ സാമ്പാറാണ്. അതിലേക്ക് 3/4 കപ്പ് പരിപ്പ്, 2 കട്ട പെരുങ്കായം, പിന്നെ അതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ. അതിൽ ഉള്ളി മസ്റ്റാണ് കേട്ടോ. പിന്നെ പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. പിന്നെ വെണ്ടക്കായ, തക്കാളി, ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടാം കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിച്ച പരിപ്പും പെരുങ്കായം ഇട്ടിട്ട് വേവിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞത് അലിഞ്ഞത് ഇളക്കി കഴിഞ്ഞാൽ പെരുങ്കായം പരിപ്പിൽ അലിഞ്ഞ് ചേർന്നുള്ളൂ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾ കട്ടിങ്സ് ഇടാം. പിന്നെ ഉപ്പിടാം കേട്ടോ. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഇതിൽ വെള്ളം പോരായി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കില്ല. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ചുവ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഒരു വട്ടം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ പച്ചവെള്ളം ഒഴിക്കാനേ പാടില്ല. വെള്ളങ്ങളൊക്കെയും കൂട്ടിയിട്ട് നമ്മളത് അടപ്പത്ത് വയ്ക്കുക. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടി കീറിയിടണം കേട്ടോ. അതിനുശേഷം നമ്മൾ വെണ്ടക്കായ വാട്ടണം. വെളിച്ചെണ്ണയിലിട്ടാണ് വാട്ടണത്. അതിൻ്റെ ആ കൊഴുപ്പ് പോവാനും പിന്നെ കറിയിലിട്ട് കഴിഞ്ഞ് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെണ്ടക്കായ വാട്ടുന്നത്. നമ്മൾ തിളച്ച് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മൺകലത്തിൽ എപ്പോഴും അടി പിടിക്കും. പരിപ്പാണ് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ വെണ്ടക്കായ അതിലേക്ക് ഇടുന്നത് കേട്ടോ. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ വെജിറ്റബിളൊക്കെ ഒരു 3/4 ഭാഗം വേവാകുമ്പോഴാണ് നമ്മൾ തക്കാളിയും വെണ്ടക്കായൊക്കെ അതിലേക്ക് ഇടുക. നമ്മുടെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൺകലത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് പരിപ്പ് പിടിക്കാനായിട്ടും കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത്തിരി തിളച്ച് പറ്റാറാകുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞ് വയ്ക്കുന്നത്. നല്ല മണക്കും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതിൽ മല്ലിയില ഇടാറില്ല. മല്ലിയില ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ മല്ലിയില ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞങ്ങൾ മല്ലിയില ഇടാറില്ല. നമ്മൾ ഇത് താളിക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കടുക്, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. ഇതാണ് ഞങ്ങൾ താളിച്ചിട്ട് അതിലേക്ക് സാമ്പാറിലേക്ക് ഒഴിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.